എല്ലാ തിരക്കുകളും കഴിഞ്ഞ് എനിക്ക് കണ്ണേട്ടനോടൊന്ന് സംസാരിക്കാനുണ്ട്. എന്താണോ അവൻ്റെ ആ ചോദ്യം? അതിപ്പോ എങ്ങനെ ഞാൻ പറയുക? അവൾ മടിച്ചു. തനിക്കെന്ത് കാര്യം എന്നോട് പറയാലോ? അപ്പോഴേക്കും അവൻ്റെ സ്വരം ആർദ്രമായിരുന്നു. അത് കണ്ണേട്ട, ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു കണ്ടീഷനായോ അല്ലെങ്കിൽ അപേക്ഷയായോ എങ്ങനെ വേണമെങ്കിലും കണ്ണേട്ടൻ എടുത്തോളൂ. ഈ കുടുംബത്തിനപ്പുറം എനിക്കൊരു സന്തോഷം ഇല്ലെന്നറിയാലോ. ഇന്നലെ ഒരു ദിവസം എൻ്റെ കാല് വയ്യാതായപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര ബുദ്ധിമുട്ടാണ് ഒരു മുറിക്കുള്ളിൽ ഇരിക്കുന്നത് എന്ന്. അപ്പോൾ അമ്മ എത്രയോ വർഷങ്ങളായി മുറിക്കുള്ളിൽ. അതോർത്തപ്പോൾ സങ്കടം. നല്ല ഡോക്ടറെ കാണിക്കാമെന്ന് കണ്ണേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. തിരക്ക് കഴിയുമ്പോൾ ഒന്ന് പരിഗണിക്കണം. എന്തൊക്കെയോ പ്രതീക്ഷിച്ചവൻ്റെ മുഖത്ത് ചെറിയൊരു മങ്ങൽ തെളിഞ്ഞിരുന്നെങ്കിലും അതിലെ ആത്മാർത്ഥത മനസ്സിലാക്കിയ ഒരു പുഞ്ചിരി കൊണ്ട് പറഞ്ഞു അവൻ. ഇതായിരുന്നോ പറയാനുള്ളത്? താൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യാനിരുന്ന കാര്യം തന്നെയാണ് ഇത്. നാളെയോ മറ്റന്നാളോ ഒരു ഡോക്ടർ വന്ന് അമ്മയെ നോക്കും. അവൻ എൻ്റെ ഫ്രണ്ടാണ്. ആവശ്യമെങ്കിൽ അവൻ്റെ ക്ലിനിക്കിലേക്ക് അമ്മയെ മാറ്റും. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഒരുപാട് കാലങ്ങളൊന്നും ആവാതെ അമ്മ നടക്കും. സരയു പേടിക്കണ്ട. ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? പെട്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ അതിനെന്ത് മറുപടി പറയണമെന്നറിയില്ലായിരുന്നു. അല്ല, മറ്റെന്തെങ്കിലും തനിക്ക് പറയാനുണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് മറ്റെന്ത് കാര്യമാണ് കണ്ണേട്ട പറയാനുള്ളത്? എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി തന്നെ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. മറ്റൊരു ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. വെറുതെ അവനൊന്ന് ചിരിച്ചു. സത്യം പറഞ്ഞാൽ തൻ്റെ വീട്ടിലുള്ളവരുടെയൊക്കെ എനിക്ക് വല്ലാത്ത അസൂയയാണ് തോന്നുന്നത്. എന്ത് സ്നേഹിക്കുന്നുണ്ട് താൻ അവരെ. അതോർത്ത് എനിക്ക് അസൂയ പോലെ. അതുപോലെ എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. മിഥുൻ പറഞ്ഞു. ആര് പറഞ്ഞു? കണ്ണേട്ടിനെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഉണ്ടായിരിക്കാം. പക്ഷേ അമ്മയ്ക്ക് എന്നും എന്നേക്കാൾ ഇഷ്ടം അച്ഛനെയായിരുന്നു. അച്ഛനായിരുന്നു അമ്മയുടെ ലോകം. സാധാരണ എല്ലാവർക്കും മക്കളെ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ അമ്മയ്ക്ക് എന്നും അച്ഛൻ കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെനിക്ക് കുശുമ്പൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ അച്ഛൻ പോയതോടെ അമ്മ പൂർണ്ണമായും തകർന്നു. മാനസികമായി തകർന്ന അമ്മയെ രോഗവും കീഴ്പ്പെടുത്തി. അമ്മ അച്ഛനെ സ്നേഹിച്ച പോലെ ഷിക എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ അമ്മയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു, ഒരുപാട് സ്നേഹം. എനിക്ക് തരാൻ വേണ്ടി അമ്മ ബാക്കി വയ്ക്കുകയും ചെയ്തു. സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല. എല്ലാം ഉണ്ടെങ്കിലും മനസ്സമാധാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല സരയൂ. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത വിശ്വാസമാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് മരണത്തെ പോലും ജയിച്ചു വരാൻ തോന്നും. അത്ര വലിയ വിശ്വാസമാണ് അത് നൽകുക. കണ്ണേട്ടൻ അങ്ങനെ വിഷമിക്കേണ്ട. കണ്ണേട്ടനെ എൻ്റെ കുടുംബത്തിലെ ഒരാളെ പോലെയല്ലേ ഞാൻ കാണുന്നത്. അവൻ്റെ മുഖത്ത് നിരാശ പടർന്നു. അങ്ങനെ ഒരു മറുപടി അവളിൽ നിന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ മനസ്സിൽ കണ്ണേട്ടൻ്റെ സ്ഥാനം വളരെ വലുതാണ് കണ്ണേട്ട. എൻ്റെ കുടുംബത്തിലുള്ളവരേക്കാൾ എൻ്റെ മനസ്സിൽ ഒരുപാട് മുകളിലാണ് കണ്ണേട്ടൻ്റെ സ്ഥാനം. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്ന് പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാർക്ക് തുല്യമായാണ് ഞാൻ കണ്ണേട്ടനെ കാണുന്നത്. അവൻ്റെ ഹൃദയം നിറഞ്ഞു. ആദ്യമൊക്കെ ഭയമായിരുന്നു എനിക്ക്. ഒരു പുരുഷനോടൊപ്പം താമസിച്ചപ്പോൾ ഉണ്ടായ സങ്കോചവും എല്ലാം എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അയാൾ ഒരു സിനിമാ നടനാകുമ്പോൾ എല്ലാം മോശ സ്വഭാവങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എന്നോടുള്ള പെരുമാറ്റത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെയല്ലെന്ന്. ഇപ്പോൾ എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരാളേ ഉള്ളൂ. എൻ്റെ അച്ഛൻ കഴിഞ്ഞ ആ സ്ഥാനത്ത് കണ്ണേട്ടനുണ്ട്. എനിക്കറിയാം ഈ മനസ്സ്, എൻ്റെ മനസ്സിലുള്ള കണ്ണേട്ടൻ്റെ സ്ഥാനം. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ ഒന്നുമില്ല. ഒന്ന് മാത്രം എനിക്കറിയാൻ പറ്റൂ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെക്കാളും മുകളിലാണ് ആ സ്ഥാനം. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, ഒപ്പം ഹൃദയവും. അവൾക്കൊരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ തൻ്റെ ദൈവമാണ്. ദൈവത്തോട് സാധാരണ ആരാധനയാണല്ലോ. എൻ്റെ ആരാധികയാണ്. ചിരിയോടെ അവൻ പറഞ്ഞു. പണ്ടും ആരാധന ആയിരുന്നല്ലോ കണ്ണേട്ട. അവളും പറഞ്ഞു. എത്രയോ സിനിമകളിൽ ഞാൻ ഈ മുഖം കണ്ടിരുന്നു. അപ്പോൾ തനിക്കിഷ്ടമായിരുന്നോ? ഒരു കുട്ടിയുടെ കൗതുകത്തോടെ അവൻ ചോദിച്ചു. ആ സിനിമകളൊക്കെ കണ്ട് കണ്ണേട്ടനെ ഇഷ്ടമില്ലാത്ത പെൺകുട്ടികൾ ഉണ്ടാവുമോ? അവളും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളുടെ എല്ലാം ഹീറോ ആയിരുന്നു. എല്ലാവരുടെയും ക്രഷായിരുന്നു. തൻ്റെയോ? മിഴികളിൽ ഒളിപ്പിച്ച കുസൃതിയോടെ അവനത് ചോദിക്കുമ്പോൾ ആ മുഖത്ത് നേരിടാൻ സാധിക്കാതെയായിരുന്നു അവൾ ഇരുന്നത്. എന്താണ് താൻ പറയുക? അന്നല്ല ഇന്നാണ് തനിക്ക് അവനോട് അഗാധമായ പ്രണയമെന്ന് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ തങ്ങൾക്കിടയിലുള്ള പല മതിലുകളും അകലങ്ങൾ തീർക്കുന്നത് പോലെ അവൾക്ക് തോന്നി. എന്തു പറയും താന്? ആ മുഖത്തേക്ക് നോക്കാതെ ഒരു പുഞ്ചിരി സമ്മാനിച്ച്
അവൾ മറ്റെവിടെയോ നോക്കി പറഞ്ഞു. ഞാൻ പണ്ടു മുതലേ നടക്കാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാറില്ല. താൻ ഒരു സമൃദ്ധമായ പെൺകുട്ടിയാണ്. എങ്ങനെ സംസാരിക്കണമെന്ന് തനിക്കറിയാം. അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി അവൻ പറഞ്ഞപ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട് എന്ന് അവൾക്കും തോന്നിയിരുന്നു. ചേച്ചി, അന്ന് ചേച്ചി എനിക്ക് ഒരു കവിത എഴുതി തന്നില്ലേ? അത് ഞാൻ പാടി യൂത്ത് ഫെസ്റ്റിവലിന് കവിതാ മത്സരത്തിൽ. കുഞ്ഞി അവളോട് വന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി. അതിനെനിക്ക് പ്രൈസ് കിട്ടി. ഒരു ചെറിയ ട്രോഫി കാണിച്ചുകൊണ്ട് കുഞ്ഞി അത് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി മിഥുൻ ചോദിച്ചു, താൻ എഴുതുമോ? പിന്നെ ചേച്ചി അടിപൊളിയായിട്ട് കവിത എഴുതും. കുഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു. ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒരു ബുക്കുണ്ടായിരുന്നു ചേച്ചിക്ക്. അതൊന്നും കാണാൻ പോലും കിട്ടുന്നില്ല. ഇവിടെ എല്ലാം നോക്കി ഞാൻ. ആ ബുക്ക് എനിക്കൊന്ന് കാണണമല്ലോ. മിഥുൻ പുഞ്ചിരിയോടെ സരയുവിനെ നോക്കിയാണത് പറഞ്ഞത്. അവളോ ഒന്ന് പുഞ്ചിരിച്ചു. ഇവൾക്ക് വട്ടാണ്. ഞാൻ അങ്ങനെയൊന്നും എഴുതില്ല. വെറുതെ കാക്ക പൂച്ച കവിതകളൊക്കെ. അതൊക്കെ കണ്ണേട്ടനാണെങ്കിലും പെട്ടെന്ന് പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. ചെറുചിരിയോടെ പറഞ്ഞ് ചായ കുടിച്ച് തീർത്ത ഗ്ലാസുമായി അവൾ അടുക്കളയിലേക്ക് പോയിരുന്നു. കുറേ സമയം എല്ലാവരെയും കണ്ട് സംസാരിച്ച് പ്രാതലും കഴിച്ച് അമ്മയോടൊക്കെ യാത്ര പറഞ്ഞാണ് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിയാൻ തുടങ്ങിയത്. ഇറങ്ങുന്നതിന് മുൻപ് മുത്തശ്ശിയോടും കുഞ്ഞിനോടും ഒക്കെ സ്നേഹത്തിൽ ചാലിച്ച് തന്നെയാണ് അവൻ യാത്ര പറഞ്ഞത്. അതോടൊപ്പം രാഘവനെ വിളിച്ച് ഇന്ന് വൈകുന്നേരം തന്നെ ഒരു ഡോക്ടർ എത്തുമെന്നും അമ്മയെ കാണിക്കാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മുഖങ്ങളെല്ലാം ഒരുപോലെ പ്രകാശിച്ചിരുന്നു. തിരികെയുള്ള യാത്ര ഒരൽപ്പം വേദന സരയുവിൽ നിറച്ചിരുന്നു. വീട്ടിൽ നിന്ന് തിരികെ പോകുന്നതെന്നും ഒരു വിങ്ങലാണല്ലോ പെൺകുട്ടികൾക്ക്. കണ്ണു നിറയാതിരിക്കാൻ അവൾ ശ്രമിച്ചിരുന്നു. അങ്ങോട്ടുള്ള യാത്രയിൽ രണ്ടുപേരും മൗനത്തിലായിരുന്നു. പല ചിന്തകളിലൂടെ അവർ പല യാത്രകൾ നടത്തി. അതിനിടയിൽ ഇന്റർവ്യൂവിൽ പ്രധാനമായി ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ ഒരേകദേശ ധാരണ അവൾക്ക് നൽകുവാനും ഇത് മറന്നില്ല. എറണാകുളം എത്തിയപ്പോഴേക്കും വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു അവൻ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് മാളിൽ കയറി എന്തെങ്കിലും കഴിച്ചാലോ? മിഥുൻ അവളോട് ചോദിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചതും അവൾ സമ്മതത്തോടെ തലയാട്ടി. മാളിലേക്ക് കാറ് പാർക്കിംഗ് ചെയ്യുന്നതിന് ശേഷം ഉള്ളിലേക്ക് കയറുമ്പോൾ അധികം ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ കുനിഞ്ഞാണ് നടന്നത്. ഒരു തൊപ്പി കൂടി വെടിച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാകാൻ സാധിക്കില്ല. എസ്കലേറ്ററിൽ കയറുന്നതിന് തൊട്ട് മുൻപ് സരയു അവൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. ഒന്നും മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് പേടിയാ. ഇതിലൊന്നും ഞാൻ കയറിയിട്ടില്ല. ഞാനെങ്ങാനും വീണു പോയാലോ? അവൾ ദയനീയതയോടെ അവനോട് പറഞ്ഞു. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. താനൊന്നും ചെയ്യണ്ട. അതിൽ കയറി നിന്നാൽ മതി. മുകളിൽ ഇറങ്ങുന്നു. ഞാൻ സ്റ്റെപ്പിലൂടെ വന്നോളാം. ഇതിലെങ്ങനെയാണ് പോകുന്നത് എനിക്കറിയില്ല. അറിയാത്ത കാര്യങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിക്കണം. അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇങ്ങനെയല്ലേ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്? എനിക്ക് പേടിയായതുകൊണ്ടാണ് കണ്ണേട്ട. അങ്ങനെ പേടിച്ചാൽ പറ്റുമോ? ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മൾ തരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിനാണോ പ്രശ്നം? ഇത് സാധാരണ ഒരു എസ്കലേറ്റർ. ഞാൻ പിടിച്ചോളാം. എൻ്റെ കൈകളിൽ മുറുക്കോ പിടിച്ചോ. അതിലേക്ക് കയറുമ്പോഴും കാലുകൾക്ക് വല്ലാത്തൊരു വിറയലുണ്ടായിരുന്നു. കണ്ണുകളടച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയാണ് അവൾ നിന്നത്. ആ നിമിഷം അത്രയും അവളുടെ സാമീപ്യത്തിൻ്റെ സന്തോഷത്തിലായിരുന്നു അവന്. അവളുടെ കൂന്തലിൽ നിന്നും വമിക്കുന്ന കാച്ചെണ്ണയുടെ ഗന്ധം അവനെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ട് എത്തിച്ചിരുന്നു. വീഴുമെന്ന് പറഞ്ഞത് അവളാണ് എങ്കിലും വീണുപോയത് അവനായിരുന്നു. അവളുടെ സാമീപ്യത്തിൻ്റെ ശക്തിയിൽ മുകളിലെത്തിയപ്പോഴേക്കും കണ്ണു തുറക്കാൻ അവളോട് ആവശ്യപ്പെടുകയും ഇറങ്ങാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. കണ്ടില്ലേ, ഇത്രയുള്ള കാര്യം. അത്യാവശ്യം വലിയൊരു ഫുഡ് കോർട്ടിൽ കയറിയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നത്. ഭക്ഷണം കഴിക്കാനെത്തിയ ആളെ കണ്ട് അവിടെയുള്ളവരെല്ലാം ഒന്ന് അമ്പരന്നുകൊണ്ട് തന്നെ പ്രത്യേകമായി ഒരു മുറിയും കൊടുത്തിരുന്നു. മിഥുൻ പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്നു. അവൻ ഓർഡർ ചെയ്ത ഭക്ഷണങ്ങളുടെ ഒന്നും പേര് ജീവിതത്തിൽ സരയു കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൽ പലതും എങ്ങനെ കഴിക്കണമെന്ന് പോലും അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. ആദ്യം മുതലെല്ലാം കാണിച്ചു കൊടുക്കുകയായിരുന്നു മിഥുൻ ചെയ്തത്. ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങളും സംഭവങ്ങളും പഠിക്കുകയായിരുന്നു സരയു. മിഥുനും അറിയുകയായിരുന്നു ആ വീടിന് പുറത്ത് ലോകം കണ്ടിട്ടില്ലാത്തൊരു നിഷ്കളങ്കമായ പെണ്ണിനെ. തിരികെ ഇറങ്ങുമ്പോൾ അവിടെയുള്ളൊരു ബൊട്ടീക്കിലേക്ക് അവൻ കയറുന്നത് കണ്ടു. അവനോടൊപ്പം അവളും കയറി. ടിഷ്യൂ മെറ്റീരിയലുള്ള മയിൽപ്പീലി ബോർഡർ വരുന്ന ഒരു മനോഹരമായ സെറ്റ് സാരി അവൻ തിരഞ്ഞെടുത്തു. അതിന് ചേർന്ന രീതിയിൽ ബ്ലൗസും എടുത്ത് അപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്യാനും പറഞ്ഞു. ഒന്നും മനസ്സിലാകാതെ സരയു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. തനിക്ക് മോഡേൺ വേഷങ്ങളൊന്നും ചേരില്ല. നാടൻ വേഷങ്ങളിൽ തന്നെ കാണാൻ എനിക്കിഷ്ടമാണ്. ഞാൻ പൊതുവെ മോഡേൺ വേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ തനിക്കതിടുമ്പോൾ എന്തോ പോലെ, വേറെ ആരോ പോലെയാണ് തോന്നുന്നത്. മിഥുൻ പുഞ്ചിരിയോടെ പറഞ്ഞു. താൻ ഇൻ്റർവ്യൂവിൽ സാരി ഉടുത്താൽ മതി.
എത്ര വലിയ പാർട്ടി വെയർ ഇട്ടാലും തൻ്റെ നാച്ചുറൽ സൗന്ദര്യം കിട്ടണമെങ്കിൽ താൻ സാധാരണ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ ഇടണം. ഒരു പുഞ്ചിരി മാത്രമാണ് അവൾ അതിന് പകരമായി നൽകിയത്. തിരികെ കാറിലേക്ക് കയറുമ്പോൾ കഴിഞ്ഞൊരു രാത്രി കൊണ്ട് അവനുമായുള്ള അകലം ഒരുപാട് കുറഞ്ഞുവെന്ന് അവൾക്കും തോന്നിയിരുന്നു. നമുക്കൊരു ഹോസ്പിറ്റൽ കൂടി കയറിയാലോ? തൻ്റെ കാല് കാണിക്കണ്ടേ? അവൻ ചോദിച്ചു. വേണ്ട കണ്ണേട്ട, അത് ശരിയായി. തിരികെ വീട്ടിലേക്ക് ചെന്ന് അരുന്ധതിയോട് എല്ലാ വിശേഷങ്ങളും പറഞ്ഞു. വൈകുന്നേരം ഇന്റർവ്യൂവിന് പോകുവാൻ വേണ്ടി രണ്ടുപേരും തയ്യാറെടുത്തിരുന്നു. അപ്പോഴേക്കും മിഥുന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവിടേക്ക് എത്തിയിരുന്നു. വലിയ രീതിയിൽ മേക്കപ്പ് വേണ്ടെന്ന് മിഥുൻ നിർദ്ദേശിച്ചു. അല്ലാതെ തന്നെ അവൾ സുന്ദരിയായിരുന്നു. കുറച്ചു സമയം അവളെ നോക്കി നിന്ന് പോയിരുന്നു അവൻ. നീളൻ മുടി പിന്നി അതിൽ മുല്ലപ്പൂ കൂടി വെച്ചപ്പോൾ ഒരു നവവധുവിനെ പോലെ തോന്നി അവളെ കണ്ടപ്പോൾ മിഥുന്. ചാനലിന്റെ സ്റ്റുഡിയോയിലേക്ക് കയറിയപ്പോൾ വല്ലാത്തൊരു ഭയം സരീവിന് പിടികൂടിയിരുന്നു. അവന്റെ കൈകളിലേക്ക് അവൾ മുറുക്കെ പിടിച്ചു. ഭയം തോന്നുമ്പോഴെല്ലാം ഈ കരങ്ങളെ പുണരുന്നത് ഒരു പ്രത്യേക വിശ്വാസമാണ് തനിക്ക് നൽകുന്നതെന്ന് അത്ഭുതത്തോടെ സരയു ഓർത്തു. അവളുടെ ഭയം അറിഞ്ഞിട്ടെന്നതുപോലെ ആ കൈകൾ വിടാതെ ചേർത്ത് പിടിച്ചിരുന്നു മിഥുൻ. രസകരമായ പല ചോദ്യങ്ങളും ഇന്റർവ്യൂവിൽ ചോദിച്ചു. പ്രതീക്ഷിക്കാതെ ആയിരുന്നു അങ്ങനെയൊരു ചോദ്യം മിഥുനോട് അവതാരിക ചോദിച്ചത്. ആദ്യമായി ഇതാണ് എൻ്റെ സോൾമേറ്റ്, അല്ലെങ്കിൽ ഇനി ഈ ആൾക്കൊപ്പമാണ് എൻ്റെ ജീവിതം എന്ന ധാരണ തോന്നിയ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്തായിരുന്നു? ആ ചോദ്യത്തിന് ഹൃദയത്തിൽ നിന്ന് തന്നെയായിരുന്നു മിഥുൻ മറുപടി പറഞ്ഞത്. ഞാൻ ഒരിക്കലും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രണയം തോന്നുമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അങ്ങനെയൊന്നും നമുക്ക് ഒരാളോട് തോന്നിയില്ല. അങ്ങനെ തോന്നുന്നത് ആകർഷണം മാത്രമാണ്, അത് പ്രണയമല്ല. സരയുവിനെ കണ്ടപ്പോൾ ആദ്യം എനിക്ക് ആകർഷണമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു, ഇതാണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടിയുള്ള ഈശ്വരൻ്റെ കണ്ടെത്തൽ, ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്നൊക്കെ. നമ്മുടെ കഴിഞ്ഞുപോയി വേദനിപ്പിക്കുന്ന നിമിഷങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞു അവിടെ സുന്ദരമായ ഒരു ചിരി വിരിയിക്കുവാൻ സാധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, എത്ര അകലെയാണെങ്കിലും ആ ഒരാളെ കാണാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ അതാണ് പ്രണയം. അതാണ് യഥാർത്ഥമായ പ്രണയം. ഒരിക്കലും നമ്മൾ മിസ് ചെയ്യുന്നത് അവർ ചെയ്തിട്ടുള്ള ജോലികളിൽ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന അവരുടെ സാന്നിധ്യത്തിലല്ല. ഒരു ദുഃഖം വരുമ്പോൾ അവർ നമ്മുടെ ഒപ്പം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സന്തോഷം വരുമ്പോൾ അവരോടൊപ്പം ഇല്ലെങ്കിൽ ആ സന്തോഷം നമുക്കൊരിക്കലും മുഴുവനായി ആസ്വദിക്കാൻ കഴിയില്ല. ആ ദുഃഖം നമ്മെ അഗാധ ദുഃഖത്തിലാഴ്ത്തും. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതായിരുന്നു എൻ്റെ ആളെന്ന്. അവളുടെ കണ്ണിൽ നോക്കിയായിരുന്നു അവനത് മുഴുവൻ പറഞ്ഞത്. ഒരു നിമിഷം അവൻ്റെ മറുപടിയിൽ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു സരയു. ടി വിയിൽ ഇത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ടി വി തല്ലിപ്പൊട്ടിക്കാനാണ് ഷികയ്ക്ക് തോന്നിയത്. തൻ്റെ മാത്രമെന്ന് വിശ്വസിച്ചിരുന്ന, തൻ്റെ സ്വന്തം എന്ന് അഹങ്കരിച്ചിരുന്ന ഒരുവനാണ് ഇന്ന് മറ്റൊരാളെ പുകഴ്ത്തി പറയുന്നത്. കേൾക്കാനുള്ള ശക്തി പോലും അവൾക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ടി വി ഓഫ് ചെയ്ത് അതിനുശേഷം കുറച്ചുനേരം കണ്ണുകളടച്ച് തൻ്റെ പ്രണയ സുരഭിലമായ കാലഘട്ടത്തെ പറ്റി ഓർത്തുപോയി. താൻ തന്നെയാണ് എല്ലാത്തിനും കാരണമെന്ന് അവൾ ഓർത്തു. തന്നെ മിഥുൻ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു. ഒരിക്കലെങ്കിലും താൻ അവനെ തിരികെ പ്രണയിച്ചിരുന്നു. അതാണ് തനിക്ക് സഹിക്കാൻ പറ്റാത്ത ഈ നഷ്ടം തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ മറ്റൊരാളുടെ കൈകളിലേക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് കൈകളിലുള്ളതിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി ഒരിക്കലും അവൻ തന്നിലേക്ക് തിരികെ വരില്ല എന്നറിയാമെങ്കിലും വെറുതെ ആശിച്ചു പോയിരുന്നു അവൻ തൻ്റെ സ്വന്തമായിരുന്നെങ്കിലെന്ന്. ഒരിക്കൽ കൂടി അവൻ തനിക്ക് മാപ്പ് തന്നിരുന്നെങ്കിലെന്ന്. അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവനിലേക്ക് മാത്രം ലോകം ചുരുങ്ങി ജീവിച്ചേനെ ഞാൻ, അവൾ മനസ്സിലോർത്തു. ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി അടർന്നു കവളിലേക്ക് പതിച്ചു. പിന്നെ വാശിയോടെ അവൾ അതിനെ തുടച്ചു നീക്കി. ഒപ്പം മനസ്സിൽ ദേഷ്യം നിറഞ്ഞു നിന്നു. ഒപ്പം ഒരു മുഖം തെളിഞ്ഞു. സരയുവിൻ്റെ മാത്രമായിരുന്നു. ഒരു ക്രൂരമായ ചിരി അവളിൽ വിരിഞ്ഞു. ഇല്ല, വിട്ടുകൊടുക്കില്ല അവനെ അവൾക്ക്. അവനെ എങ്ങനെയും സ്വന്തമാക്കണമെന്ന് അവളുടെ മനസ്സ് ശാഠ്യം പിടിച്ചു. അതിന് സരയു ഇല്ലാതാവുകയാണ് വേണ്ടതെങ്കിൽ അതിനു പോലും അവൾ ഒരുക്കമായിരുന്നു എന്ന് തോന്നിയിരുന്നു ആ നിമിഷം. ഇന്റർവ്യൂ കഴിഞ്ഞ ചാനലുകൾ തന്നെയായിരുന്നു ഡിന്നർ ഒരുക്കിയിരുന്നത്. അത് കഴിച്ച രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് എത്തിയത്. ക്ഷീണമുള്ളത് കൊണ്ട് തലേന്ന് രാത്രി ഉറങ്ങാത്തത് കൊണ്ടും മിഥുൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു. സരയു വീണ്ടും അവനെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ അർത്ഥങ്ങളെ ചികഞ്ഞ് ആലോചിച്ച് തന്നെ ഇരുന്നു. ബാൽക്കണിയിൽ ഇരുന്ന് തന്നെ അവൾ ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ ആദ്യം ഉണർന്നത് മിഥുനായിരുന്നു. അവളെ മുറിയിൽ കാണാതെ ബാൽക്കണിയിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ടു ഇരുന്നുറങ്ങുന്ന സരയുവിനെ. ഹലോ, എന്തു പറ്റി? ഇന്നലെ ഇവിടെ ഇരുന്ന് ഉറങ്ങിയത്? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. കണ്ണേട്ടൻ കുളിക്കാൻ പോയപ്പോൾ ഞാൻ അമ്മയുടെ മുറിയിലേക്ക് പോയിരുന്നു. കുറേ സമയം അമ്മയോട് വർത്താനം പറഞ്ഞിട്ടാണ് തിരികെ വന്നത്. അമ്മ ഉറങ്ങിയില്ലായിരുന്നു. വന്നപ്പോഴേക്കും കണ്ണേട്ടൻ ഉറങ്ങിയിട്ടുണ്ട്.
എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിപ്പോയത്. താൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. കുറേ നേരം മുറിയിൽ ഇരുന്നിട്ടും ഉറക്കം വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബാൽക്കണിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. എന്തൊക്കെയോ ആലോചിച്ച് കുറച്ചു നേരം ഇരുന്നു. പിന്നെ ഉറങ്ങിപ്പോയി. കൊള്ളാം, പനി വരാഞ്ഞത് ഭാഗ്യമായി. അവളുടെ നെറ്റിയിലേക്ക് തൊട്ടു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അങ്ങനെയൊന്നും വരില്ല. എനിക്ക് കാറ്റും കുളിരുമൊക്കെ പതിവുള്ളതാണ്. ഇപ്പോഴല്ലേ ഇവിടെ ഇങ്ങനെ. ഞങ്ങളുടെ അവിടെയൊക്കെ ഞാൻ രാവിലെ തൊട്ട് തൊടിയും തൊഴുത്തുമായി ജീവിച്ചതല്ലേ. അങ്ങനെ ഒരു രാത്രി കാറ്റേറ്റാൽ പനി വരുന്ന ആളല്ല ഞാൻ. ഓഹോ, തൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. വേഗം പോയി കുളിച്ചിട്ട് വാ. എനിക്ക് രാവിലെ ഒരാൾക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഒരാൾ കഥ പറയാൻ വരും. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആണോ? കണ്ണേട്ടൻ ചായ കുടിച്ചോ? ഞാൻ ചായ കൊണ്ടുവരാം, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഒന്നും വേണ്ട, ചായ ഞാൻ ലക്ഷ്മി അമ്മയോട് വാങ്ങിക്കോളാം. പിന്നെ ഇന്ന് രാവിലെ ഒരു 11 മണിക്ക് മാനേജർ വരും. തൻ്റെ പാസ്പോർട്ട് ശരിയാക്കാൻ വേണ്ടി റെഡി ആയിരിക്കണം. ഞാനിപ്പോൾ 8 മണിക്ക് പോകും. ഓക്കെ? എനിക്കൊരു സിനിമയുടെ പൂജയുണ്ട്. എനിക്ക് പാസ്പോർട്ട് അതിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. അടുത്ത 2-3 മാസങ്ങളിൽ എനിക്ക് എന്താണെങ്കിലും വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഷൂട്ടിങ്. വിദേശത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ എനിക്കെങ്ങനെ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് വരികയോ അല്ലെങ്കിൽ തന്നെ അവിടേക്ക് കൊണ്ടുപോകാനോ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ അന്ന് കരാറൊക്കെ തുടങ്ങുന്ന സമയത്ത് കണ്ണേട്ടൻ പറഞ്ഞത് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അമ്മയെ നോക്കാൻ വിശ്വാസമുള്ള ഒരാളായിരിക്കണമെന്നല്ലേ? ആ ചോദ്യത്തിന് അവൻ പെട്ടെന്ന് മറുപടി കിട്ടിയില്ല. അതെ, അങ്ങനെ പറഞ്ഞു. എങ്കിലും തന്നെ ഞാനിങ്ങനെ വീട്ടിലൊരു ജോലിക്കാരിയെ പോലെ ഇരുത്താൻ എനിക്ക് താല്പര്യമില്ല. താൻ എൻ്റെ ഫ്രണ്ടല്ലേ. ഞാനിവിടെ ഇല്ലാത്തപ്പോൾ ഇവിടെ നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ ഇതുവരെ കേരളത്തിന് വെളിയിലൊന്നും പോയിട്ടില്ല. എനിക്കങ്ങനെ പോവാനോ ആളുകളോട് സംസാരിക്കാനോ ഒന്നും അറിയില്ല. എന്നെ കൂടെ കൊണ്ടുപോയാൽ അത് കണ്ണേട്ടനൊരു നാണക്കേടാകും. നിഷ്കളങ്കമായി പറയുന്നവളെ അവനൊന്ന് നോക്കിപ്പോയി. ആ നാണക്കേട് ഞാൻ സഹിച്ചോളാം. തൽക്കാലം പോയി റെഡിയായിട്ട് വാ. നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിക്കാം. പിന്നെ ഇന്നു മുതൽ തനിക്ക് വേണമെങ്കിൽ ഒരു ട്യൂട്ടർ അറേഞ്ച് ചെയ്തു തരാം. ക്ലാസ് തുടങ്ങി കഴിഞ്ഞതല്ലേ? അവൻ പറഞ്ഞു. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ഓൺലൈനായി അല്ലെങ്കിൽ വീട്ടിൽ വന്നോ എങ്ങനെ വേണമെങ്കിലും. ഞാൻ നാളെ മുതൽ ഷൂട്ടിങ്ങിന് പോകുന്നത് കൊണ്ട് ധാരാളം സമയം പഠിക്കാൻ കിട്ടും നിനക്ക്. അതൊന്നും വേണ്ട കണ്ണേട്ട. ഇപ്പോൾ തന്നെ കണ്ണേട്ടന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്ക് പഠിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഇന്നലെ തൻ്റെ അമ്മയെ കാണാൻ ഡോക്ടർ ചെന്നു. എന്നെ വിളിച്ചിരുന്നു. കുഴപ്പമൊന്നുമില്ല. 1.5 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞത്. എനിക്ക് നാളെ മറ്റന്നാൾ ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകാം. എന്നിട്ട് അമ്മയെ അവിടേക്ക് മാറ്റാം. അവിടുത്തെ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാകും. പിന്നെ ഒരാൾ എന്താണെങ്കിലും അമ്മയ്ക്കൊപ്പം ഉണ്ടാവണം. അതിനിപ്പോൾ അമ്മായിയോ മറ്റോ വിളിക്കാം. അമ്മ എണീറ്റ് നടന്നാൽ മതി, അവൾ പറഞ്ഞു. അതുണ്ടാകും, പേടിക്കേണ്ട. റെഡിയായി വാട്ടോ. നിറഞ്ഞ മനസ്സോടെയാണ് അവൾ റെഡിയാവാൻ വേണ്ടി അകത്തേക്ക് കയറിപ്പോയത്. ഒരു ചുവപ്പ് ചുരിദാർ അണിഞ്ഞ് തോർത്ത് തലമുടിയിൽ ചുറ്റിവെച്ച് തിരികെ എത്തുമ്പോൾ ഉമ്മറത്ത് ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് മിഥുന്. തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണ്. അയാൾ കഥ പറയാൻ വന്നതായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അവൾ അകത്തേക്ക് പോയി. സാറിൻ്റെ വൈഫല്ലേ? ചെറുചിരിയോട് അതിന് മൂളിക്കൊണ്ട് മിഥുൻ മറുപടി പറഞ്ഞു. അതെ, സരയും വാ. കൈയാട്ടി അവൻ അവളെ വിളിച്ചു. അപ്പോഴേക്കും അവൾ അവരുടെ അടുത്തേക്ക് നടന്നു വന്നിരുന്നു. അവൻ്റെ അരികിലായി പിടിച്ച് അവൻ അവളെ ഇരുത്തി. കഥ കേൾക്കുന്നോ? ചിരിയോടെ അവൻ ചോദിച്ചു. ഒന്നും മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സിനിമയുടെ കഥ കേൾക്കുന്നോ എന്ന് യാന്ത്രികമായി അവൾ അതിനൊന്ന് തലയാട്ടി. എങ്കിൽ തുടങ്ങിക്കോ സുജിത്തെ, മിഥുൻ പറഞ്ഞു. വളരെ ചെറിയ വാക്കുകളിൽ എന്നാൽ എല്ലാം വ്യക്തമായ രീതിയിലാണ് അയാൾ കഥ പറഞ്ഞത്. കഥ കേട്ടപ്പോൾ അത് മനോഹരമാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അവളുടെ ചുടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആദ്യമായാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ. എനിക്കിഷ്ടമായി, നമുക്ക് ചെയ്യാം, മിഥുൻ പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞത് സരയു കണ്ടിരുന്നു. പ്രൊഡ്യൂസർ ആയിട്ടുണ്ടോ? മിഥുൻ ചോദിച്ചു. സാർ ഒക്കെ പറയുകയാണെങ്കിൽ ഒരാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് കണ്ടീഷനുണ്ട് അയാൾക്ക്. ഞാനൊരു പുതിയതായതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവുമല്ലോ. പക്ഷെ സാറിൻ്റെ ഒരു ഉറപ്പ് കിട്ടിയ ആൾക്ക് ഓക്കെയാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഓക്കെ തന്നിരിക്കുന്നു. സ്ക്രിപ്റ്റ് കൊള്ളാം, ഒരു മെസ്സേജ് ഉണ്ട്. പുള്ളി പറയുന്നത് ബോളിവുഡിൽ നിന്നും ഒരു നായികയെ കൊണ്ടുവരണമെന്നാണ്. ഇതൊരു നാടൻ സ്റ്റോറിയല്ലേ? ഇവിടെയുള്ള ഏതെങ്കിലും നായികമാർ പോരെ? അല്ലെങ്കിൽ പുതിയൊരു കുട്ടിയെ കണ്ടുപിടിക്കണം, അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ബോളിവുഡ് ഹീറോയിൻ്റെ മുഖം ആപ്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. എനിക്കത് തന്നെയാണ് സാർ അഭിപ്രായം. പക്ഷേ സിനിമയ്ക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടണമെങ്കിൽ അന്യഭാഷയിൽ നിന്നുള്ള ഒരു നടി വേണമെന്ന് പ്രൊഡ്യൂസർ സാർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ.
അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് സ്റ്റോറി ഇഷ്ടമായി. പിന്നെ ഇതുവരെ സാറ് ചെയ്യാത്തൊരു കാര്യം കൂടി സ്റ്റോറിയിൽ ആഡ് ചെയ്യണമെന്നാണ് പ്രൊഡ്യൂസർ സാറിൻ്റെ ഡിമാൻഡ്. അത് ഷൂട്ടിന് മുമ്പ് പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. സുജിത്ത് പറയൂ, നമുക്ക് പറ്റുന്നതാണെങ്കിൽ നോക്കാവുന്നതാണ്. കാലഘട്ടത്തിനനുസരിച്ച് സിനിമ മാറുന്നുണ്ട്. ഓരോ കാര്യങ്ങളിലും മാറ്റം അനിവാര്യമാണല്ലോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വേണമല്ലോ. അതെ സർ, അതാ ഞാനും പറഞ്ഞേ. ഒരു സ്മൂച്ച് ഉണ്ടാകും എന്നാണ് പ്രൊഡ്യൂസർ സാർ പറയുന്നത്. സ്മൂച്ചോ? അതിനുള്ള എന്ത് സിറ്റുവേഷനാണ് ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നത്? ഡിമാൻഡ് അല്ല സർ, ഇപ്പോഴത്തെ ട്രെൻഡല്ലേ. ഞാൻ ആലോചിച്ചതിന് ശേഷം പറയാം സുജിത്തെ. എന്താണെങ്കിലും നമ്മൾ സിനിമ ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കൂടി ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം. സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു. വിശദമായി തന്നെ വിളിക്കാം. മതി സർ, മേഡത്തോടു കൂടി ആലോചിച്ച് മതി, അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. സരയുവിനെ നോക്കി സുജിത്ത് പറഞ്ഞപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായില്ല. മിഥുന് സുജിത്തിന് കൈകൊടുത്തു. നിറഞ്ഞ സന്തോഷത്തോടെ സരയുവിനൊരു നിറഞ്ഞ പുഞ്ചിരിയും നൽകിയാണ് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിയത്. ഒന്നും മനസ്സിലാവാതെ മിഥുൻ്റെ മുഖത്തേക്ക് സരയു നോക്കി. എന്താണ് കണ്ണേട്ടായി സ്മൂച്ച് എന്ന് പറഞ്ഞ? ഒരു നിമിഷം അവനിലൊരു കുസൃതി തോന്നി. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാനുള്ള ഒരു അവസരമാണിതെന്ന് ചെറുചിരിയോടെ അവൻ ഓർത്തിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവൻ പറഞ്ഞു, ഓ, അത് വലിയ സംഭവമല്ലടോ. ലിപ് ലോക്ക് സീനാണ് ഉദ്ദേശിച്ചത്. ഒരു നിമിഷം സരീവിൻ്റെ മുഖം മങ്ങുന്നതും അവളുടെ അമ്പരപ്പ് തെളിയുന്നതും അവൻ കണ്ടു. ഒരു ചിരിയോടെ അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും ഒരു കൗതുകത്തോടെയായിരുന്നു അവൻ നോക്കി നിന്നത്. ചിരി വരുന്നുണ്ടെങ്കിലും അതവൻ ഉള്ളിലൊതുക്കി. അതൊക്കെ ശരിക്കും ചെയ്യുന്നതാണോ അതോ ക്യാമറ ട്രിക്കാണോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അത് ചോദിച്ചപ്പോൾ അത്രയും നേരം ഉള്ളിലൊളിപ്പിച്ച ചിരി അവന് പുറത്തു വന്നു പോയിരുന്നു. ക്യാമറ ട്രിക്കോ? ആരാ പറഞ്ഞത് ഇതൊക്കെ? ശരിക്കും ചെയ്യുന്ന കാര്യങ്ങളാ, അവൻ അതേ ചിരിയോടെ അവളോടായി പറഞ്ഞു. ക്യാമറയ്ക്ക് അങ്ങനെ ട്രിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. എല്ലാവരും ഇതൊക്കെ സമ്മതിച്ചു തന്നെയാണ് ചെയ്യുന്നത്. ഇതിനു മാത്രം പലരും വാങ്ങുന്നത് ലക്ഷങ്ങളും കോടികളൊക്കെയാണ്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ വെറുതെ കാണിക്കുന്നതാവൂ എന്ന്. ശരിക്കും കണ്ണേട്ടൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ആ ചോദ്യം അവരുടെ മനസ്സിൽ നിന്നായിരുന്നുവെന്ന് അവനും തോന്നിയിരുന്നു. ഞാൻ ഇതുവരെ ഒരു സിനിമയിലും സ്മൂച്ച് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫസ്റ്റ് സിനിമയായിരിക്കും, അവൻ എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു. അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം മങ്ങുന്നത് കണ്ടപ്പോൾ അവന് വീണ്ടും ചിരി വന്നിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെയാണെന്ന്. ഈ സിനിമയിൽ ആ സീൻ ചെയ്യാൻ തന്നെയാണോ കണ്ണേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്? അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ആലോചിക്കണം. അതിൻ്റെ കൂടി 2-3 ഇൻറ്റിമേറ്റ് സീനും കൂടി ചിത്രത്തിലുണ്ടാകും എന്നാണ് കഥ കേട്ടെടുത്തോളം എനിക്ക് തോന്നുന്നത്. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. ഈ ഇൻറ്റിമേറ്റ് സീൻ എന്ന് വെച്ചാൽ എന്താണ്? അവൾക്ക് സംശയം തീർന്നില്ല. ഇൻറ്റിമേറ്റ് സീൻ എന്ന് വെച്ചാൽ ബെഡ്റൂം സീൻസ്. അങ്ങനെയുള്ള സീനുകൾക്ക് പൊതുവെ ഇൻറ്റിമേറ്റ് സീനുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടെയുള്ള നായികയെ തൊട്ട് അഭിനയിക്കുകയാണോ വേണ്ടേ? സ്ത്രീ സഹജമായ സ്വാർത്ഥതയോടുള്ള ചോദ്യം. അങ്ങനെയാണല്ലോ ഇതുവരെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ. അവളുടെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോൾ അവൾ ഒന്നും മിണ്ടിയിരുന്നില്ല. താൻ ചായ കുടിച്ചില്ലല്ലോ, വേഗം പോയി ചായ കുടിക്ക്, എനിക്ക് പൂജയ്ക്ക് പോകണം, ഞാനൊന്ന് റെഡിയാകട്ടെ. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിയപ്പോൾ അവളുടെ മനസ്സ് അസ്തമാകുന്നത് അവൾ അറിഞ്ഞു. അതിൻ്റെ കാരണം മാത്രം അവൾക്ക് മനസ്സിലായില്ല. എന്തിനാണ് താൻ ഇത്രമേൽ ഹൃദയം അസ്വസ്ഥമാകുന്നത്? അതിനു മാത്രം എന്താണ് ഇവിടെ നടന്നത്? അവൻ ജോലി ചെയ്യുന്നു. ഇതിനു മുൻപ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ജോലി തന്നെയാണ്. അവൾ പറഞ്ഞു പഠിപ്പിച്ചു. താൻ അത് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ എവിടേക്കോ വീണ്ടും സ്വാർത്ഥത മുളപൊട്ടി തുടങ്ങി. ചെയ്യുന്ന ജോലികളിലെല്ലാം ആ അസ്വസ്ഥത പ്രകടമായിരുന്നു. ഒന്നും ശരിയാവുന്നില്ല എന്ന് അവൾക്ക് തന്നെ തോന്നി തുടങ്ങിയിരുന്നു. മനസ്സ് കൈവിട്ടു പോയി തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ. അല്ലെങ്കിലും മനുഷ്യരെല്ലാം നിസ്സഹാരായി പോകുന്ന ചില നിമിഷങ്ങളുണ്ടല്ലോ. എന്താണ് ഹൃദയത്തെ പുകയ്ക്കുന്ന ഈ അഗ്നിയുടെ പരിഹാരം? അവൾ ഓർത്തുകൊണ്ടിരുന്നു. എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. എങ്ങനെയാണ് മനസ്സിലുള്ള കാര്യത്തെപ്പറ്റി ആരോടേലും പറയുക? അല്ലെങ്കിൽ എന്തിനാണ് ഈ കാര്യം തന്നെ അസ്വസ്ഥമാക്കുന്നത്? ക്യാഷിന് ജോലി ചെയ്യാൻ വന്ന ഒരു ജോലിക്കാരി മാത്രമാണ് താന്. അതിനപ്പുറം അവൻ്റെ കാര്യത്തിൽ താൻ വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പലവട്ടം ശ്രമിച്ചു. പക്ഷേ തൻ്റെ ആരുമല്ല, എന്നാൽ തൻ്റെ എല്ലാമാണ്. അവൾ എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു. അരുന്ധതിയുടെ അരികിൽ പോയി ഗുളികകളൊക്കെ നൽകിയെങ്കിലും എന്നും വാതുവരാതെ സംസാരിക്കുന്നവൾ മൗനമായതിൻ്റെ കാരണം അവനും മനസ്സിലായില്ല. കാര്യം ചോദിക്കാൻ അവനും സാധിച്ചില്ല. അതിനു മുൻപേ അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു. അവളെ അറിയുന്നവർക്കെല്ലാം അവളുടെ മാറ്റം പ്രകടമായി തന്നെ മനസ്സിലായി. അടുക്കളയിൽ ലക്ഷ്മിക്ക് മനസ്സിലായി അവൾ അധികമായി ഒന്നും സംസാരിക്കില്ലെന്ന്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്.
ഇന്ന് മൗനമായി ജോലികൾ ചെയ്യുന്നു എന്നവർ ശ്രദ്ധിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിക്കുവാനായി മിഥുനും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നു. ആ സമയത്ത് മിഥുനും ശ്രദ്ധിച്ചിരുന്നു അവളുടെ മൗനം. അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ ചെയ്യുന്ന ജോലിയിൽ മാത്രം അവൾ ശ്രദ്ധ ചെലുത്തി. ഒരു നിമിഷം അവളുടെ മുഖഭാവം കണ്ട് അവൻ കാര്യം മനസ്സിലായില്ല എങ്കിലും ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. പാത്രത്തിലേക്ക് ചപ്പാത്തി ഇടുമ്പോൾ ഒരു തമാശ എന്നതുപോലെ ലക്ഷ്മിയാണത് ചോദിച്ചത്. എന്തു പറ്റി കുഞ്ഞെ? കണ്ണൻ മോനും മോളും കൂടി എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കത്തിലാണോ? രാവിലെ വന്നപ്പോൾ മുതൽ മോൾക്കൊരു മിണ്ടാട്ടമില്ലല്ലോ. അവിടേക്ക് വന്ന് അരുന്ധതിയും ഇതുതന്നെയാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും ഒന്ന് നോക്കിപ്പോയി. ഞാൻ ചോദിക്കാനിരിക്കുമായിരുന്നു, എന്താ പറ്റിയത് മോൾക്ക്? സരയു ഞെട്ടിപ്പോയിരുന്നു. തന്നിൽ കുറച്ചു നേരം കൊണ്ട് ഇത്രയും മാറ്റം സംഭവിച്ചോ? രണ്ടുപേരും ഒരുപോലെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. കുസൃതി നിറഞ്ഞ ഭാവമാണ് മുഖത്ത്. പക്ഷെ പെട്ടെന്ന് അവൾ നോക്കിയപ്പോൾ അത് ഗൗരവത്തിന് വഴിമാറിയിരുന്നു. ഞങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ല, എന്താണെന്നറിയില്ല. ചെറുചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, രാവിലെ ഉണർന്നപ്പോൾ താമസിച്ചു പോയി, പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ ഒരു മൂഡ് ഓഫ്, അത്രയേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ആരുടെയും മുഖത്തേക്ക് നോക്കാതെ മറുപടി പറഞ്ഞവൾ ഒപ്പിച്ചു. ആ അതായിരിക്കും, രാവിലെ ഉണർന്നപ്പോഴേക്കും ഒരുപാട് താമസിച്ചു, അതുകൊണ്ടല്ലേ സറിയൂ? ഒരിക്കൽ കൂടി ഇരുത്തി അവൻ ചോദിച്ചപ്പോൾ അവൾ അതേ എന്ന അർത്ഥത്തിൽ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. മോളും കൂടി ഇരിക്കുക, രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് മാറിക്കോളും. അരുന്ധതി തന്നെയാണ് പറഞ്ഞത്. അവൻ്റെ അരികിൽ ഇരിക്കുമ്പോഴും അവളുടെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് അവന് തന്നെ തോന്നിയിരുന്നു. അവൾക്ക് ചപ്പാത്തിയും കറിയും വിളമ്പിയതെല്ലാം മിഥുൻ തന്നെയായിരുന്നു. ഇടയ്ക്കിടെ അവളുടെ മുഖത്തേക്ക് അവൻ നോക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാതെ ചപ്പാത്തി കുത്തിപ്പറിച്ചുകൊണ്ടിരിക്കുന്നവളെ കണ്ടപ്പോൾ അവൻ ചിരിയാണ് വന്നത്. മുഖത്തൽപ്പം ഗൗരവം വരുത്തിക്കൊണ്ട് തന്നെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കഴിക്കടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൻ അവളെ മാത്രമായി ഒന്ന് വിളിച്ചു. തനിക്ക് എന്തു പറ്റി? ഒരു മൂഡ് ഓഫ് പോലെ. ഞാനും ചോദിക്കണമെന്ന് ഓർത്തതാണ്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, രാവിലെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ ഒന്നുമില്ലല്ലോ, ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് വരാം, ഞാൻ ഒരു ഉച്ചയാവുമ്പോൾ വരും, ഓക്കെ? ചിരിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അവളും അതിനൊന്ന് പുഞ്ചിരിച്ചു. തനിക്ക് ആ പുസ്തകത്തിലുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കാമായിരുന്നില്ലേ? ഞാൻ വായിക്കാൻ പോവായിരുന്നു, എങ്കിൽ പിന്നെ ഹാപ്പി ആയിരിക്കും, ബൈ. അതും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ അവൻ്റെ ഉള്ളിലും ചെറിയൊരു കുസൃതിച്ചിരി വിരിഞ്ഞിരുന്നു. ആ മുഖം വാടിയത് എന്തിനാണെന്ന് അവൻ വ്യക്തമായി തന്നെ മനസ്സിലായിരുന്നു. കുറച്ചു ദിവസങ്ങളായി മനസ്സിൽ നിലനിന്നിരുന്ന ഒരു സംശയത്തിന് മറുപടി ലഭിച്ച സന്തോഷമായിരുന്നു മിഥുൻ്റെ മനസ്സിൽ. തനിക്ക് മാത്രമേ ഇങ്ങനെയൊരു വികാരം തോന്നിയിട്ടുണ്ടാകുമെന്ന് അവൻ കരുതിയത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല, അത് അവളിലും പടർന്നിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു. പക്ഷെ മനസ്സ് തുറക്കാൻ അപ്പോഴും എന്തൊക്കെയോ ചില മതിലുകൾ ഇരുവർക്കുമിടയിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നിയിരുന്നു. ഒരു പക്ഷേ ആദ്യം ഒരു പ്രണയം നഷ്ടപ്പെട്ട് രണ്ടാം കെട്ട് കഴിഞ്ഞ് നിൽക്കുന്ന ഒരുവന് തുളസിപ്പൂ പോലെ നിർമാല്യമായ ഒരു പെൺകുട്ടിയോട് പ്രണയം പറയാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. അന്ന് മുഴുവൻ പഠിക്കാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും അതിനു മാത്രം സരയുവിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പുസ്തകങ്ങളിലേക്ക് കണ്ണുകൾ താഴ്ത്തുമ്പോഴും മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടൊരു ചിത്രം ഒരു പെൺകുട്ടിയുമായി ചുംബിച്ചു നിൽക്കുന്ന മിഥുൻ. ഇതുവരെ പല സിനിമകളിലും അവൻ്റെ റൊമാൻറ്റിക് സീൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്താണ് തന്നിൽ വന്ന മാറ്റം? അവൻ രാവിലെ പറഞ്ഞ നിമിഷം മുതൽ മനസ്സിലെന്തോ ഒരസ്വസ്ഥത പടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യങ്ങളിലേക്ക് മനസ്സ് നിലനിൽക്കുന്നില്ല. ഉച്ചയായപ്പോൾ മിഥുനെത്തി. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ മുകളിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു. താനിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നാണല്ലോ ലക്ഷ്മി അമ്മ എന്നോട് പറഞ്ഞത്. അവളെ കണ്ടപ്പോൾ തന്നെ മിഥുൻ ആദ്യം ചോദിച്ച ചോദ്യം അതായിരുന്നു. പഠിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു തനിക്ക് എന്തെങ്കിലും വയ്യാഴികയായിരിക്കുമെന്ന്. ഹോസ്പിറ്റൽ പോകണമെന്ന് ചോദിക്കാൻ വരുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. എങ്ങനെയിരുന്നു പൂജയൊക്കെ? അതൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ഇനി അടുത്ത മാസം ഷൂട്ടുണ്ടാവും. പിന്നെ രാവിലെ വന്ന സുജിത്ത് വിളിച്ചിരുന്നു. സ്റ്റോറിയൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. ആ സീനിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? വളരെ ആകാംക്ഷ നിറച്ചറിയാതെ അവൾ അത് ചോദിച്ചു. ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ സൂക്ഷിച്ചു നോക്കി. അറിയാതെ വന്നു പോയ അബദ്ധത്തിൽ എന്തു പറയണമെന്നറിയാത്ത ചാളിതയിൽ നിൽക്കുകയായിരുന്നു അവളപ്പോൾ. ഏത് സീനിനെ കുറിച്ച്? ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചു. അല്ല, രാവിലെ പറഞ്ഞില്ലേ അങ്ങനെ ഒരു സീൻ ഉണ്ടാകുമെന്ന്. അതിന് കണ്ണേട്ടൻ ഓക്കെ പറഞ്ഞു. ഞാൻ എന്തു പറയണം എന്നാണ് തൻ്റെ ആഗ്രഹം? അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. പെട്ടെന്ന് അവൻ്റെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അത് കണ്ണേട്ടൻ്റെ ജോലിയല്ലേ,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് കണ്ണേട്ടനല്ലേ? ഞാൻ വെറുതെ ചോദിച്ചതാ. ഓക്കെ ഓക്കെ, ഞാൻ ഓക്കെ പറഞ്ഞു. സിനിമയിൽ ഓരോ ഭാഗവും നമ്മൾ ആ രീതിയിൽ തന്നെ കാണണമല്ലോ. പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങുന്നത് അവൻ കണ്ടിരുന്നു. സരയുവും അതറിഞ്ഞിരുന്നു. ആ നിമിഷം അത്രമേലുള്ളെന്നൊന്തോ താൻ പോലും അറിയാതെയാണ് ശരീരം പ്രതികരിച്ചത്. ഒരു നിമിഷം അവനിൽ നിന്നും ദൃഷ്ടി മാറ്റിയിരുന്നു അവള്. മിഥുനും അത്ഭുതം നിറയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു സരയുവിൽ നിന്നുണ്ടായിരുന്നത്. ഹേയ്, എന്തു പറ്റി? അവൻ ചോദിച്ചപ്പോൾ അവൾ അവനിൽ നിന്നും മുഖം ഒളിപ്പിക്കാൻ പാടുപെട്ടു. ഒന്നുമില്ല, കണ്ണിലെന്തോ പോയി. കുറെ നേരമായി ഞാൻ അതെടുക്കാൻ നോക്കിയിരിക്കുന്നു. ഞാൻ നോക്കാം. വേണ്ട, മാറി. ഞാൻ ആ സീൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം അവൻ പറഞ്ഞു. ആ മുഖം വിടരുന്നത് അവൻ കണ്ടു. അതെന്താ കണ്ണേട്ടാ? എൻ്റെ ഫിലിം എന്ന് പറയുന്നത് ഒരു 15 വയസ്സ് മുതലുള്ള കുട്ടികളൊക്കെ കാണുന്നതാണ്. അവർക്കൊരു മോശം മെസ്സേജ് കൊടുക്കേണ്ട എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ സീൻ ഒഴിച്ച് ബാക്കി ഓക്കെ ആണെങ്കിൽ സിനിമ ചെയ്യാമെന്നാണ് അവരോട് പറഞ്ഞത്. നന്നായി കണ്ണേട്ട, വളരെ നന്നായി. നല്ല തീരുമാനം. അവളുടെ ശബ്ദം പോലും ഒരല്പം ഉയർന്നു പോയി എന്ന് തോന്നിയിരുന്നു. അത്രമേൽ ആ മുഖം സന്തോഷത്തിൽ നിറഞ്ഞിരുന്നു. അത് മിഥുൻ ശ്രദ്ധിക്കുകയും ചെയ്തു. അത് അവനിലും സന്തോഷം ചെലുത്തി. കുറച്ചുനേരം അവനത് നോക്കി നിന്നു. പിന്നെയാണ് അവൾക്കരികിലേക്ക് വന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവളുടെ മുഖത്തിനരികിൽ മുഖം കൊണ്ടുവന്നാണ് അവനത് ചോദിച്ചത്. അത്രയും തൊട്ടടുത്ത് അവൻ നിന്നപ്പോൾ ഒരു നിമിഷം ഒരു ഉൾഭയം അവൾക്ക് തോന്നിയിരുന്നു. എങ്കിലും ആകാംക്ഷയോടെ അവൻ്റെ ചോദ്യം എന്താണെന്നറിയാൻ അവൾ ആ മുഖത്തേക്ക് നോക്കി.